എന്റെ മാനം കാക്കണം. നിങ്ങൾ ഒന്ന് അതായത് ഇവ പറഞ്ഞതുപോലെ വലിയ വലിയ വാക്യങ്ങളോ വാചകങ്ങളോ നിങ്ങളോട് പറയുന്നില്ല. പ്ലീസ് ഗൈസ്, ഒന്ന് ഗൈസ് പ്ലീസ്. വർഷത്തെ കോളേജ് യൂണിയൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ഏറ്റവും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, കോളേജ് യൂണിയൻ ചെയർമാൻ, ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സ്നേഹമുള്ള സുഹൃത്തുക്കളെ, കേരളത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിൽ വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുള്ള മഹാരാജാസ് കോളേജ്, വർഷങ്ങളുടെ ചരിത്രമുള്ള മഹാരാജാസ് കോളേജ്, ആ കോളേജ് കേരളത്തിൻ്റെ സൊസൈറ്റിക്ക്, കേരളത്തിലെ ഒരു സമൂഹത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ വളരെ വലുതാണ്. അതിൽ ഓരോ വർഷത്തെയും അതത് കാലഘട്ടത്തിലെ കോളേജ് യൂണിയനുകളുടെ സംഭാവനകൾ, അവരുടെ ഇടപെടലുകൾ ഏറ്റവും എടുത്തു പറയേണ്ടതാണ്. ഈ 24-25 വർഷത്തിൽ മഹാരാജാസ് കോളേജിൻ്റെ യൂണിയൻ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ പഴയ വർഷങ്ങളിലെ പോലെ തന്നെ അവർക്ക് കേരളത്തിൻ്റെ ഇന്നത്തെ സാമൂഹിക സിറ്റുവേഷൻസിൽ കൃത്യമായി പ്രതികരിക്കാനും കൃത്യമായി ഇടപെടാനും കൃത്യമായി അവരുടെ കാലയളവ് രേഖപ്പെടുത്താനും കഴിയട്ടെ എന്ന് ആശംസിക്കാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. അതിക്രമങ്ങളെ നേരിടാൻ ശക്തമായിട്ടുള്ള ഇടങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ നിങ്ങൾക്ക് ഈ വർഷത്തിൽ, ഈ അധ്യയന വർഷത്തിൽ സാധിക്കട്ടെ. തുടർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ ശ്രമങ്ങളെയും മുന്നിലോട്ട് കൊണ്ടുപോകാൻ ഈ യൂണിയന് സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഈ വർഷത്തെ യൂണിയൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാനിവിടെ പ്രഖ്യാപിക്കുന്നു. കൂടുതലായിട്ട് വേറൊന്നുമില്ല. നാളെ ഞങ്ങളുടെ ഒരു സിനിമ റൈഫിൾ ക്ലബ്ബ് റിലീസാവുകയാണ്. കഴിയുന്നവർ തിയേറ്ററിൽ നിന്ന് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു സോ മച്ച്. ഈ യൂണിയൻ ഇനാഗ്രേഷന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കോളേജ് പ്രിൻസിപ്പൽ ശ്രീമതി ഷജില ബീവിയെ ഏറെ ആദരവുകളോടുകൂടി ക്ഷണിക്കുകയാണ്. വേദിയിലിരിക്കുന്ന അധ്യക്ഷൻ, മഹാരാജാസ് കോളേജ് യൂണിയൻ്റെ ചെയർമാൻ, അതുപോലെ ഇന്നിവിടെ യൂണിയൻ ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്ന ഏറ്റവും സ്നേഹം നിറഞ്ഞ ദിലീഷ് പോത്തൻ ഉൾപ്പെടെയുള്ള ക്രൂ, ഇന്ന് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിക്കൊണ്ടിരിക്കുന്ന നിരവധി ആർട്ടിസ്റ്റുകളെ ഇവിടെ അണിനിരത്തിക്കൊണ്ട് മഹാരാജാസ് കോളേജ് യൂണിയൻ്റെ ഈ വർഷത്തെ ഉദ്ഘാടനം നടത്തുക എന്ന് പറയുന്നത് തന്നെ മഹാരാജാസ് കോളേജിൻ്റെ ഒരു മഹാരാജകീയതയാണ് നമ്മളിവിടെ വെളിപ്പെടുത്തുന്നത്. ഇത് മഹാരാജാസ് കോളേജിൻ്റെ മാത്രം ഒരുപക്ഷെ പ്രത്യേകതയായിരിക്കും ഇത്രയും നല്ല പ്രതിഭകളെ നമ്മൾക്കിവിടെ എത്തിക്കാൻ കഴിഞ്ഞത്. അതുപോലെ റൈഫിൾ ക്ലബ്ബ് എന്നൊരു സിനിമ നാളെ റിലീസാകുന്ന സിനിമയുടെ അഭിനയിച്ചിരിക്കുന്ന ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച ശ്രീ ആഷിഖ് അബു നമ്മുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഇത്തരത്തിൽ നിരവധിയായ പൂർവ്വ വിദ്യാർത്ഥികളെ സംഭാവന ചെയ്ത, ഇനിയും എല്ലാ മേഖലകളിലേക്കും നിരവധിയായ വിദ്യാർത്ഥികളെ സംഭാവന ചെയ്യാൻ കഴിവുള്ള ഈ ഒരു വലിയ കലാലയത്തിലെ യൂണിയന് അതിൻ്റെതായ വലിയ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുണ്ട്. ഒരുപക്ഷെ കല മാത്രമല്ല, സാംസ്കാരിക രംഗത്തും അതുപോലെ കായിക രംഗത്തും
അക്കാദമിക രംഗത്തും ഏറ്റവും നല്ല മികവ് പുലർത്തുന്ന സ്ഥാപനമായി ഇന്ന് മഹാരാജാസ് കോളേജ് മാറിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ അക്ഷീണമായ പ്രയത്നം കൊണ്ടാണ്. ഇവിടുത്തെ വിദ്യാർത്ഥികളെ പറ്റി എനിക്ക് പറയാനുള്ളത്, ഏറ്റവും നല്ല നമ്മുടെ അധ്യാപകരോടും സിസ്റ്റത്തോടും ഏറ്റവും നന്നായിട്ട് സഹകരിച്ച് ഒട്ടി നിന്ന് പോകുന്ന എൻ്റെ പൊന്നു മക്കളാണ് എൻ്റെ കോളേജിലെ വിദ്യാർത്ഥികൾ. അതിലേറ്റവും സന്തോഷമുണ്ട്. കാരണം ഇവിടെ ഒരു ദിവസം പോലും ഒരു പോലീസിനെ കയറ്റാതെ എനിക്ക് ഏറ്റവും നന്നായിട്ട് എൻ്റെ കോളേജ് കൊണ്ടുപോകാൻ കഴിയുന്നത് എൻ്റെ മക്കളുടെ സഹായത്തോടു കൂടിയാണ്. അതുകൊണ്ട് അവരുടെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും അധ്യാപകരുടെ ഭാഗത്തു നിന്ന് ഏറ്റവും വലിയ സഹകരണം തന്നെയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം ഇന്നിവിടെ വന്നിരിക്കുന്ന സിനിമാ പ്രവർത്തകർക്കും അവരുടെ സിനിമയ്ക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നമ്മുടെ മുഖ്യാതിഥികൾ എല്ലാവരും നമ്മളോട് ഈ വേദിയിൽ വെച്ച് സംവദിക്കും. അവരവരുടെ പുതിയ സിനിമയെക്കുറിച്ചും സംസാരിക്കും. ഈ ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങിൽ നമുക്ക് ഈ മുഖ്യാതിഥികൾ എന്ന നിലയിൽ ശ്രീമതി വാണി വിശ്വനാഥ് പോയ കാലത്ത് ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയിലെ നിറസാന്നിധ്യമായിട്ടുണ്ടായിരുന്ന ശ്രീമതി വാണി വിശ്വനാഥിനെ കൂടി ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ഏറെ ആദരവുകളോടുകൂടി ക്ഷണിക്കുകയാണ്. നമസ്കാരം. ഈ വർഷത്തെ കോളേജ് യൂണിയൻ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അതും എൻ്റെ നാളെ റിലീസാവാൻ പോകുന്ന റൈഫിൾ ക്ലബിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെല്ലാവരും കൂടി ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. എല്ലാവരും പടം കാണുക, എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണുക. അതാണ് ഞങ്ങളുടെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് പറയാനുള്ളത്. എനിക്കതാണ്. പിന്നെ പ്രിൻസിപ്പൾ ഇവിടെ സൂചിപ്പിച്ച പോലെ എല്ലാവരും പൊന്നോമന പുത്രന്മാരാണ് എന്ന് പറഞ്ഞതിലും വളരെ സന്തോഷമുണ്ട്. കാലത്ത് ഇങ്ങനെ കേൾക്കുന്നത് തന്നെ വളരെ സന്തോഷമാണ്. അപ്പോൾ എല്ലാ കാര്യത്തിലും എല്ലാ തലത്തിലും വിജയം കൈവരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. പോയ കാലങ്ങളിൽ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിയിട്ടുള്ള മലയാളത്തിൻ്റെ പ്രിയങ്കരിയായിട്ടുള്ള സുരഭി ലക്ഷ്മി ആശംസിച്ചു. വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, പിന്നെ മഹാരാജാസ് കോളേജിൻ്റെ യൂണിയൻ ഉദ്ഘാടനത്തിന് ഇന്ന് എത്തിച്ചേരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമായിട്ട് അറിയിക്കുകയാണ്. ഒരു യൂണിയൻ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കാലത്ത് വൈസ് ചെയർപേഴ്സൺ ആയിട്ട് മത്സരിച്ച് ജയിച്ചിട്ടുള്ളൊരു ആളെന്ന നിലയ്ക്ക് യൂണിയൻ്റെ ഇനോഗ്രേഷനിൽ വരാൻ പറ്റിയത് വലിയ സന്തോഷം. മഹാരാജാസ് എന്ന് ഞാൻ ഒരുപാട് കേട്ടിട്ടേ ഉള്ളൂ. മഹാരഥന്മാരെല്ലാവരും പഠിച്ചിറങ്ങിയ ഈ ഒരു കോളേജിൻ്റെ മുറ്റത്ത് വന്നിറങ്ങി നിൽക്കാൻ പറ്റിയത് വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. ഈ കോളേജിലുണ്ടായിരുന്ന കലാപ്രതിഭയായിരുന്ന രമേശ് വർമ്മ സാറും അതുപോലെ ഗോപൻ ചിദംബരം അദ്ദേഹമൊക്കെയാണ് എൻ്റെയും ദിലീഷ് പോത്തൻ്റെയും ഒക്കെ അധ്യാപകർ. അവർ പഠിച്ചിറങ്ങി അവർ പറഞ്ഞിട്ടുള്ള കഥകളും പിന്നെ ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ടുള്ള പഠിച്ചിറങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികളും അല്ലെങ്കിൽ സിനിമയിലും സാഹിത്യത്തിലും രാഷ്ട്രീയത്തിലും എല്ലാ മേഖലകളിലും ഒരു മഹാരാജാസ് കോളേജിൽ പഠിച്ച ആരെങ്കിലും ഒരാൾ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അതിന് ആ ഒരു കോളേജിൻ്റെ മുറ്റത്ത് വന്ന് ഇന്ന് നിൽക്കാൻ പറ്റിയത് വലിയ ഭാഗ്യം. നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നു. പിന്നെ പ്രിൻസിപ്പാളിനെയും നേരത്തെ പരിചയമുള്ളതാണ് MG യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ട്. പിന്നെ ഇന്ന് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഞങ്ങളുടെ റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്ന പുതിയ സിനിമയുടെ ഭാഗമായിട്ടാണ്. അപ്പം നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന നമ്മുടെ ഹനുമാൻ കൈൻഡിൻ്റെ മികച്ച ഒരു പ്രകടനം നിങ്ങൾക്ക് നാളെ കാണാവുന്നതാണ്. അദ്ദേഹം ഇല്ല അതുപോലെ തന്നെ ദിലീഷ് പോത്തൻ, ഉണ്ണിമായ, ദർശന, റംസാൻ, നിങ്ങളുടെ എല്ലാവരുടെയും സൂപ്പർ സ്റ്റാർ, ഞങ്ങളുടെ സിനിമയുടെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള
വിനീതേട്ടൻ, നവനി, വിഷ്ണു തുടങ്ങി പിന്നെ പേരെനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. ഇമ്പാശ്രീ, അതെ, ഹനുമാൻ കൈൻഡിനെ തന്നെ ഞാൻ ആദ്യം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഹനുമാൻ കൈൻഡിന് പേരിട്ട നീ ഹനുമാൻ ഭക്തനായതുകൊണ്ടാണോ എന്ന്. അപ്പൊ പറഞ്ഞു അതല്ല, പക്ഷെ ചെറിയൊരു ഭക്തനാണ് ഞാൻ. അപ്പൊ ഇവൻ ഭയങ്കര ഇംഗ്ലീഷൊക്കെ ആയിട്ടാണ് നമ്മൾ അവിടെയൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ വെച്ചു, ദൈവമേ ഇവനോട് എങ്ങനെ അടുക്കും. അങ്ങനെ മെല്ലെ ഞാനിങ്ങനെ പതുക്കെ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ ഇവൻ പറഞ്ഞു, ഇല്ലേച്ചിയെ ഞാൻ കൊണ്ടോട്ടിക്കാരൻ സൂരജാണ്. അപ്പൊ അത്ര പളങ്ക മനസ്സുള്ള ഹനുമാൻ കൈൻഡാണ് നമ്മളോടൊപ്പം ഉള്ളത്. അവസാനം അവൻ ടീഷർട്ട് ഊരിയ സമയത്ത് മേല് മുഴുവൻ പച്ച, അങ്ങനെ ഒരു പച്ച മനുഷ്യൻ കൂടിയാണ്. അപ്പോ എന്താ പറയുന്നത്, ഞങ്ങൾക്ക് ഇദ്ദേഹം മാത്രമല്ല, അനുരാഗ് കശ്യപ്, ഒരുപാട് ആക്ടേഴ്സും ഡയറക്ടേഴ്സും ടെക്നീഷ്യന്മാരും ഒക്കെ വർക്ക് ചെയ്യുന്ന ഈ ഒരു ക്രിസ്മസിന് ഞങ്ങൾ ഏറെ പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങളുടെ റൈഫിൾ ക്ലബ്ബ് എത്തിക്കുകയാണ്. അപ്പം നാളെ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണണം, സിനിമയെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഞങ്ങളെ അറിയിക്കണം. താങ്ക് യു സോ മച്ച്. നമ്മുടെ കോളേജ് യൂണിയൻ്റെ സ്റ്റാഫ് അഡ്വൈസർ കൃഷ്ണപ്രസാദ് സാർ സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, പ്രിയപ്പെട്ട അധ്യക്ഷൻ അഭിനന്ദ്, റൈഫിൾ ക്ലബിൻ്റെ അണിയറ പ്രവർത്തകർ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾ എന്നെ കേൾക്കാനല്ല ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രം പറഞ്ഞു തീർക്കുകയാണ്. നമുക്കറിയാം 2024-25 യൂണിയൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് നമ്മളിവിടെ നടത്തുന്നത്. ഏതാണ്ട് 2 മാസക്കാലമായി അവരുടെ യൂണിയൻ്റെ ഇലക്ഷൻ കഴിഞ്ഞിട്ടെങ്കിലും ഇത്രയും താമസിച്ചത് പലപ്പോഴും പരീക്ഷകളുമൊക്കെ ആയിട്ടാണ് താമസിച്ചു പോയത്. എങ്കിൽ തന്നെയും അവരുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. ഇനിയും ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാനും അതുപോലെ തന്നെ വളരെ നല്ല പ്രോഗ്രാമുകൾ കൊണ്ടുവരാനും അവർക്ക് സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും ഈ യൂണിയന് നേരുന്നു. അതോടൊപ്പം തന്നെ എല്ലാ കുട്ടികളെയും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ മഹാരാജാസ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം 1875 ആരംഭിച്ച മഹാരാജാസ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 150-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഈ ഒരു വേളയിൽ എല്ലാ കുട്ടികളെയും ഒരുമിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ, അത് ഈ യൂണിയന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ ക്രൂവിലെ ഏറ്റവും തലമുതിർന്ന അംഗം, വർഷങ്ങളായി മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായിട്ടുള്ള ശ്രീമതി പൊന്നമ്മ ചേച്ചി, ഏറെ ആദരവുകളോടുകൂടി ചേച്ചിയെ ക്ഷണിക്കുകയാണ്. ആദ്യം എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ആൺകുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജിൽ വരുന്നത്. എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. പെൺകുട്ടികളുണ്ടോ? ഞാനേ മഹാരാഷ്ട്ര കേൾക്കുമ്പോൾ ആദ്യം വിചാരിച്ചത് ആൺകുട്ടികൾ മാത്രമേ ഉള്ളൂന്നാണ് ഞാൻ വിചാരിച്ചത്. പെൺകുട്ടികളെ ഞാൻ കണ്ടു, അവർ വന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. എൻ്റെ ധാരണ തെറ്റിയെങ്കിൽ സോറി. പിന്നെ എൻ്റെ അറിവ് അത്ര ഉള്ളൂ, നിങ്ങൾ വിചാരിച്ചാൽ മതി കേട്ടോ. പിന്നെ മഹാരാഷ്ട്രത്തിൻ്റെ യൂണിയൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം സ്വരൂപി വ്യക്തമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതിനപ്പുറം ഒന്നും പറയാനില്ല. പിന്നെ നിങ്ങളെ ഞങ്ങൾക്ക് എടുത്തു പറയാനുള്ള, നാളെ ഞങ്ങളുടെ റൈഫിൾ ക്ലബ്ബ് സിനിമ റിലീസ് ചെയ്യാണ്. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണണം, വിജയിപ്പിക്കണം, അനുഗ്രഹിക്കണം. താങ്ക് യു സോ മച്ച്. മൈക്കൊന്ന് സൈഡിൽ വെക്കാം. അങ്ങനെയാണെങ്കിൽ മൈക്ക് സൈഡിലോട്ടാണ്. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവായിട്ടുള്ള ശ്രീമതി ഉണ്ണിമായ പ്രസാദ് നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ഹലോ, നമസ്കാരം. അടിപൊളിയാണ്. ഒരു ക്യാമ്പസിൽ എത്തി നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് നമ്മളുടെ ക്യാമ്പസ് എങ്ങനെയായിരുന്നു എന്ന് ആലോചിച്ച് പോകും. അത് എത്ര വന്നാലും നമുക്ക് തടയാൻ പറ്റില്ല. എൻ്റെ അച്ഛനും അമ്മയും പഠിച്ച് പ്രേമിച്ച് കല്യാണം കഴിച്ച കോളേജാണിത്. അതുകൊണ്ട് തന്നെ
ഒരുപാട് മഹാരാജാസ് കഥകൾ കേട്ടിട്ടാണ് ഞാൻ വളർന്നിട്ടുള്ളത് കുട്ടിക്കാലം മുതലേ. എറണാകുളത്തുള്ള ഏറ്റവും പ്രമുഖ കോളേജ് എന്ന നിലയിൽ, കേരളത്തിലെ തന്നെ ഏറ്റവും പ്രമുഖ കോളേജ് എന്നുള്ള നിലയിൽ മഹാരാജാസിൻ്റെ ഒരു പൾസ് എപ്പോഴും എന്താണെന്ന് അറിയാനാണ്, ഒരു യൂത്തിൻ്റെ പൾസ് എന്താണെന്ന് അറിയാൻ ഉറ്റുനോക്കുന്ന ഒരു ക്യാമ്പസ് കൂടെയാണ് മഹാരാജാസ് എന്നും. അതിൽ നിങ്ങൾ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഓക്കെ, ഇപ്പോഴും ഒരു സിനിമ ഇറങ്ങിയാലും നമ്മൾ എന്താണ് യങ്സ്റ്റേഴ്സിന്റെ വൈബ് എന്നറിയാൻ നോക്കണമെങ്കിൽ ആദ്യം നോക്കുന്ന ക്യാമ്പസ് മഹാരാജാസാണ്. സോ ദാറ്റ് ഈസ് സോ സ്പെഷ്യൽ. അങ്ങനെ നമ്മൾ എന്നും നമ്മളുടെ ഒരു വർഷത്തിൽ മഹാരാജാസിന് എന്നുള്ള ഒരു ചർച്ച കടന്നു പോകാത്ത ഒരു വർഷം ഇതുവരെ ഉണ്ടായിട്ടില്ല. സോ ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ ടു ബി ഹിയർ. അത് റൈഫിൾ ക്ലബിന്റെ ഭാഗമായി നിൽക്കാൻ കഴിയുന്നതിൽ വലിയ അഭിമാനവുമുണ്ട്. എല്ലാവരും പറഞ്ഞതുപോലെ നിറയെ ആക്ടേഴ്സ് ഉള്ള വളരെ ജാം പാക്ഡ് ആയിട്ടുള്ള ഉഗ്രൻ എന്റർടൈനർ ആണ്. ബാക്കി നിങ്ങളെല്ലാവരും കൂടെ പോയി കണ്ട് ഞങ്ങൾ പൊളിച്ച പോലെ തന്നെ നിങ്ങളും പൊളിക്കുക. ഓക്കെ, ഹാവ് ഫൺ. താങ്ക് യു ഗൈസ്. ബാലതാരമായി മലയാള സിനിമയിലേക്ക് പ്രവേശിച്ച് ഇന്ന് മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായി മാറിയിട്ടുള്ള സംവിധായകൻ, നടൻ, ഏറെ പ്രിയങ്കരനായിട്ടുള്ള വിനീത് കുമാറിനെ ക്ഷണിക്കുകയാണ്. ഹലോ മഹാരാജാസ് ആൻഡ് മഹാറാണീസ്, നമസ്കാരം. ഇവിടെ ഒരു കാലത്ത് യൂണിയൻ്റെ സാരഥ്യം വഹിച്ചിരുന്ന ആഷിഖാണ് ഞങ്ങളുടെ സാരഥി. അപ്പോൾ ആഷിഖിൻ്റെ കോളേജിലേക്ക് വരുന്നു. പിന്നെ മലയാള സിനിമയിൽ തന്നെ മഹാരാജാസ് കോളേജ് സംഭാവന ചെയ്ത എത്രയോ പ്രതിഭകളുണ്ട്. അത് എഴുത്തുകാരായിട്ടും സംവിധായകരായിട്ടും നടനായിട്ടും ഒക്കെ. അപ്പോൾ ഒരുപാട് മഹാരഥന്മാർ നടന്ന് ഈ വഴിയിലൂടെ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു അഭിമാനമൊക്കെ ഉണ്ട്. എന്തായാലും നിങ്ങൾ ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന, നിങ്ങൾ ഓരോരുത്തരിലും ഒരു വലിയ പ്രതിഭകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ ഈ യൂണിയൻ ഡേയിൽ ഇവിടെ വരുമ്പോൾ ഞങ്ങളുടെ റൈഫിൾ ക്ലബിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ സിനിമ ഷൂട്ടിംഗ് ഇപ്പോൾ നടക്കുമ്പോൾ പലപ്പോഴും അത് കാരവാൻസിൽ ഓരോരുത്തർ ഓരോ മുറികളിലൊക്കെ ഇങ്ങനെ ഒതുങ്ങി നിൽക്കും. പക്ഷേ റൈഫിൾ ക്ലബിൻ്റെ ഷൂട്ടിംഗ് നടന്നത് പ്രധാനമായിട്ടും ഒരു വീടിനെ ചുറ്റിപ്പറ്റിയിട്ടാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത കുറച്ച് മുറികളുണ്ട്, ടെമ്പററി മുറികൾ. അതിലെല്ലാവരും കൂടെ ഒരു മുറിയിൽ ഒത്തുകൂടുകയും അവിടെ ഞങ്ങൾ എല്ലാവരെയും ഒരു രീതിയിൽ ചാർജ് ചെയ്തുകൊണ്ടിരുന്ന സുരഭി. അപ്പോൾ ഇവിടെ വന്നപ്പോഴും സുരഭിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹനുമാൻ ഖൈൻഡ് വന്നപ്പോൾ ഇപ്പോൾ സുരഭി പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞാൻ ഫസ്റ്റ് ഹനുമാൻ ഖൈൻഡിനെ കണ്ടപ്പോൾ അവൻ്റെ അടുത്തേക്ക് പോകാൻ ആദ്യം എനിക്കൊരു മടിയായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് പെരുമാറുക, എന്താണ് സംസാരിക്കുക, ഇവൻ അമേരിക്കയിൽ നിന്ന് വന്നാണോ എന്നൊക്കെ സംശയിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഹായ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ചേട്ടൻ്റെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ ഓക്കെ സന്തോഷം. അപ്പോൾ എന്തായാലും ഹനുമാൻ ഖൈൻഡ് ഞങ്ങളുടെ സിനിമയുടെ ഭാഗമാണ്. ആൻറ്റാഗർഷിപ്പ് ഞങ്ങളുടെ സിനിമയിലുണ്ട്. കുട്ടേട്ടൻ എന്ന് വിളിക്കുന്ന വിജയരാഘവൻ, അദ്ദേഹം ഞങ്ങളുടെ സിനിമയിൽ ഒരു പ്രധാന ഘടകമാണ്. ദിലീഷ്, ഉണ്ണിമായ, സുരഭി, അങ്ങനെ ഒരുപാട് പ്രതിഭകളുടെ ഒരു സംഗമമുണ്ട് റൈഫിൾ ക്ലബിൽ. അപ്പോൾ നിങ്ങളുടെ സ്നേഹം ഞങ്ങളുടെ സിനിമയ്ക്ക് ഉണ്ടാവണം. നാളെ എല്ലാവരും തിയേറ്ററിൽ തന്നെ ചെന്ന് ഈ സിനിമ കാണണം. താങ്ക് യു സോ മച്ച്. ഈ വർഷം അടിച്ചു പൊളിക്കണം. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഔദ്യോഗിക പരിപാടി അവസാനിക്കുകയാണ്. ഇനി റൈഫിൾ ക്ലബിലെ നമ്മളെല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഹനുമാൻ ഖൈൻഡ് ഉൾപ്പെടെയുള്ള വ്യക്തിത്വങ്ങൾ ഈ വേദിക്കകത്തുണ്ട്. അവരെ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി, ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി റൈഫിൾ ക്ലബ് എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷൻ ഹെഡായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീമതി സംഗീതക്ക് ഈ മൈക്ക് കൈമാറുകയാണ്. ഏറെ സ്നേഹത്തോടെ റൈഫിൾ ക്ലബ്ബ് ടീമിനെ ഒരിക്കൽ കൂടി മഹാരാജാസിന്റെ മണ്ണിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മളെല്ലാവരെയും മലയാള സിനിമയ്ക്ക്, ഇന്ത്യൻ സിനിമയ്ക്ക് ഒരുപാട് സംഭാവന ചെയ്തിട്ടുള്ള മലയാള സിനിമയുടെ പ്രിയപ്പെട്ട ദിലീഷ് പോത്തനാണ്. പ്രിയപ്പെട്ട പോത്തേട്ടനെ ഏറെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ പങ്കെടുക്കുന്നുണ്ട്. ശ്രീമതി ഷജില ബിവിയെ ഏറെ സ്നേഹത്തോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് എത്തിയിട്ടുള്ളത്, ഇപ്പൊ നിങ്ങളെല്ലാവരും ഇവിടെ കൂടിയുള്ള കാരണം എന്ന് പറയുന്നത് ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ ഇതിന്റെ അണിയറയിലും അതുപോലെ തന്നെ ഈ മുന്നണിയിലും പ്രവർത്തിച്ച ആളുകൾ തന്നെയാണ്. അവരെ സ്വാഗതം ചെയ്യാണ്. ഇവിടെ പങ്കെടുക്കുന്നത് മലയാള സിനിമയിലെ ശക്തമായ സ്ത്രീ കഥാപാത്രം അവതരിപ്പിച്ചുള്ള മലയാള സിനിമയുടെ പ്രിയപ്പെട്ട വാണി വിശ്വനാഥ് അവர்களാണ്. ഏറെ സ്നേഹത്തോടെ
സ്വാഗതം ചെയ്യുന്ന പരിപാടിയിലേക്ക്. അതുപോലെ തന്നെ ഈ യോഗത്തിനകത്ത്, ഈ പരിപാടിക്കകത്ത് പുത്തൻ സംഗീത ലോകത്തിന് ഒരുപാട് സംഭാവന ചെയ്തിട്ടുള്ള നമ്മളെല്ലാവരുടെയും രോമാഞ്ചമായിട്ടുള്ള ഹനുമാൻ കൈൻഡാണ്. പ്രിയപ്പെട്ട ഹനുമാൻ കൈൻഡിനെ ഏറെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ റൊമാൻറ്റിക് സ്റ്റാർ എന്നറിയപ്പെടുന്ന മലയാള സിനിമയ്ക്കകത്ത് നിരവധി റൊമാൻറ്റിക് വേഷങ്ങൾ ചെയ്ത് സിനിമയിലെ സ്ത്രീകളുടെ പ്രിയപ്പെട്ടതായിട്ടുള്ള എല്ലാവരുടെയും പ്രിയപ്പെട്ടതായിട്ടുള്ള വിനീത് കുമാറാണ്. പ്രിയപ്പെട്ട വിനീത് കുമാറിനെ ഏറെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ സംസ്ഥാന അവാർഡ് ഉൾപ്പെടെ നേടിയിട്ടുള്ള മലയാള സിനിമയിലേക്ക് അത് നിരവധി സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുരഭി ലക്ഷ്മി ഏറെ സ്നേഹത്തോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ പണ്ട് മുതൽ ഇങ്ങോട്ട് മലയാള സിനിമയിലെ നിരവധി കോമഡി കഥകൾ ചെയ്തിട്ടുള്ള ഒട്ടേറെ ഉത്തരവാദിത്തമുള്ള വേഷങ്ങൾ ചെയ്തിട്ടുള്ള ഇപ്പോഴും മലയാള സിനിമയിലെ നിറസ്ഥാനിതമായിട്ടുള്ള പൊന്നമ്മ ചേച്ചിയാണ്. പ്രിയപ്പെട്ട പൊന്നമ്മ ബാബുവിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ പുത്തൻ സംഗീത ലോകത്തിന് സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീ പരിമാൽ ശേഷി യോഗത്തിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. ആളെയും സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ഹിപ്പ് ഹോപ്പ് ഗായകൻ കൂടിയായിട്ടുള്ള ശ്രീ ഇമ്പച്ചി ഈ പരിപാടിക്കകത്ത് പങ്കെടുക്കുന്നുണ്ട്. ഇമ്പാച്ചി ആളെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ യുവ നടിയായിട്ടുള്ള യുവ ആക്ട്രസ് ആയിട്ടുള്ള ശ്രീ ഉണ്ണിമായ പ്രസാദ് യോഗത്തിനായി സ്വാഗതം ചെയ്യുകയാണ്. ദർശന രാജേന്ദ്രൻ, പ്രിയപ്പെട്ട നർത്തകൻ റംസാൻ, വിഷ്ണു അഗസ്ത്യ, നവനി, അങ്ങനെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഈ സ്റ്റേജിനകത്തുള്ളതും പുറത്തുള്ളതുമായ ഈ സിനിമയുടെ ഭാഗമായിട്ട് മുന്നണിയിലും പിന്നണിയിലും പ്രവർത്തിച്ച മുഴുവൻ സുഹൃത്തുക്കളെയും ഒറ്റവാക്കിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യാണ്. കൂടാതെ ഈ യോഗത്തിനകത്ത് അധ്യക്ഷത നിർവഹിക്കുന്നത് ഈ കോളേജ് യൂണിയന്റെ നമ്മുടെ ഏറെ പ്രിയപ്പെട്ട ചെയർമാൻ ശ്രീ അഭിനന്ദാണ്. അഭിനന്ദനെ ഏറെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിനകത്ത് പങ്കെടുക്കുന്ന മറ്റു യൂണിയൻ അംഗങ്ങൾ ശ്രീ സുജ ടീച്ചർ, അതുപോലെ നമ്മുടെ യൂണിയന്റെ സ്റ്റാഫ് അഡ്വൈസറുള്ള ശ്രീ കൃഷ്ണപ്രസാദ് സാർ, അങ്ങനെ ഈ ക്യാമ്പസിനകത്തുള്ള നമ്മുടെ മുഴുവൻ മഹാരാജാരെയും ഇവിടെ എത്തിയുള്ള മാധ്യമ സുഹൃത്തുക്കളെയും എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഉത്തരത്തിൽ കടക്കുകയാണ്, അവസാനിപ്പിക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷതയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാൻ ശ്രീ അഭിനന്ദനെ ക്ഷണിക്കുന്നു. മഹാരാജാസ് കോളേജ് 2024-25 വർഷത്തെ കോളേജ് യൂണിയന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങാണ് ഇന്ന് ഈ വേദിയിൽ വെച്ച് നടക്കാൻ വേണ്ടി പോകുന്നത്. ഈ യൂണിയൻ ഇനാഗ്രേഷൻ നടത്താൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഏറെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മലയാള ചലച്ചിത്ര ലോകത്തെ അതുല്യ പ്രതിഭ, സിനിമ സംവിധായകൻ, നടൻ, എല്ലാത്തിനുമപ്പുറം ഈ നാടിനകത്തെ ജനങ്ങളോട് സദാ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന ഏറെ പ്രിയപ്പെട്ട ദിലീഷ് പോത്തൻ, അതുപോലെ തന്നെ നമുക്കിന്നിവിടെ അതിഥികളായി എത്തിച്ചേർന്നിട്ടുള്ളത് നിങ്ങളുടെ മുമ്പിൽ കാണാം. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ ഒരു ക്യാമ്പസിനകത്തും ഒരു സിനിമാ പ്രൊമോഷന്റെ ഭാഗമായി ഇത്രയും മൂല്യമുള്ള താരങ്ങൾ അണിനിരന്നിട്ടുള്ള ഒരു ചടങ്ങ് ഇതിനു മുമ്പ് കേരളത്തിനകത്ത് ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്ക് ഒരുപക്ഷെ മഞ്ഞുമൽ ബോയ്സിന്റെ ഒക്കെ ഫിലിം പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് 4-5 താരങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ കവിഞ്ഞ് ഇന്ന് മലയാള സിനിമക്കകത്തെ ഏറ്റവും തലമുതിർന്ന ആൾക്കാർ മുതൽ ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന, അന്താരാഷ്ട്ര തലത്തിൽ യുവജനങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന, അവരുടെ ഇൻഫ്ലുവൻസറായി മാറിക്കൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങൾ ഉൾപ്പെടെ ഈ വേദിക്കകത്ത് പങ്കെടുക്കുന്നു എന്നുള്ളത് ഏറെ അഭിമാനത്തോടു കൂടി നമുക്ക് പറഞ്ഞു വെക്കാൻ വേണ്ടി സാധിക്കും. പ്രിയപ്പെട്ട മഹാരാജാസുകാരെ, നമുക്കറിയാം മഹാരാജാസിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഈ കേരളത്തിന്, മലയാളത്തിന്, ഈ ഇന്ത്യ മഹാരാജ്യത്തിന് വിവിധങ്ങളായിട്ടുള്ള സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക, സിനിമാ മേഖലക്കകത്ത് ഒരുപാട് മനുഷ്യരെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു ഭൂമിയാണ് മഹാരാജാസ് എന്ന് പറയുന്നത്. തീർച്ചയായും ഈ സിനിമ, ഈ റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഭാഗമായിട്ടുള്ള പ്രൊമോഷൻ ടീമാണ് നമ്മുടെ മുമ്പിലേക്ക് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ സിനിമയുടെ സംവിധായകൻ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് പോലെ
ഈ സ്ഥാനത്ത് നിന്ന് ഇവിടുത്തെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത മഹാരാജാസിന്റെ മുൻ ചെയർമാനായിരുന്നു ശ്രീ ആഷിഖ് അബു. അതുപോലെ അമൽ നീരജിനെ പോലെ, രാജീവ് രവിയെ പോലെ ഈ യൂണിയന്റെ പോയ കാലത്ത് ചെയർമാൻമാരായിരുന്നവർ ഇന്ന് മലയാള ചലച്ചിത്ര ലോകത്തിനകത്ത്, ഇന്ത്യൻ ചലച്ചിത്ര ലോകത്തിനകത്ത് അതുല്യമായ സംഭാവനകൾ നൽകിക്കൊണ്ട് അവരുടേതായിട്ടുള്ള ഇടങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളവരാണ്. തീർച്ചയായും നമ്മൾ നമ്മുടെ യൂണിയൻ ഇനാഗ്രേഷൻ നടത്തുന്ന ഈ കാലഘട്ടത്തെക്കുറിച്ച് അഡ്രസ്സ് ചെയ്യാതെ ഒരു ഘട്ടത്തിലും മഹാരാജാസിന് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി സാധിക്കില്ല. ലോകത്തെമ്പാടും മനുഷ്യർ അധിനിവേശത്തിന്റെ ക്രൂരതയിൽ, കിരാതവാഴ്ചയിൽ പെട്ടമർന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് നാം നമ്മുടെ യൂണിയൻ ഇനാഗ്രേഷന് വേണ്ടി ഇന്നിവിടെ ഇതുപോലെ ഒത്തുചേർന്നിട്ടുള്ളത്. സിറിയയിലും പാലസ്തീനിലുമുള്ള മനുഷ്യർ ഇന്നും വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിനകത്തെ ഒരു ജില്ല ഏറ്റവും വലിയ ഒരു ദുരന്ത ഭൂമിയെ അഭിമുഖീകരിച്ച് നിൽക്കുന്ന ഘട്ടത്തിൽ പോലും നമ്മുടെ രാജ്യം ഭരിക്കുന്നവർ അത് തിരിഞ്ഞു നോക്കാത്ത ഒരു ഘട്ടത്തിൽ വയനാടിനൊപ്പം ഗുഡ് ഈവനിങ് മഹാരാജാസ്. ഇതല്ലല്ലോ നിങ്ങളുടെ എനർജി. ഞാൻ ഇവരെ എല്ലാവരെയും കൊണ്ടുവന്നത് മഹാരാജാസ് കോളേജ് ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര എനർജിയാണ്, വൈബാണെന്നൊക്കെ പറഞ്ഞിട്ടാണ്. Can we show them the real vibe and energy of Maharajas, please? That's more like it. ഞാൻ സംഗീത. എൻ്റെ ടീം ഓഫ് റൈഫിൾ ക്ലബ് ഇവിടെ ഉണ്ട്. നമ്മുടെ കാസ്റ്റ് ക്രൂ നിങ്ങൾ കാണാനും കേൾക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. ഐ എം ഷുവർ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് നമ്മുടെ സിനിമയുടെ തന്നെ ഹൈലൈറ്റ്സ് എന്ന് ഞങ്ങൾ വളരെ ഭയങ്കര അഭിമാനത്തോടു കൂടി വിളിക്കുന്ന മ്യൂസിക്കലി ഒരുപാട് ഇന്റർനാഷണലി തന്നെ നമ്മുടെ കയ്യൊപ്പ് തെളിയിച്ച 3 പേര് നമ്മുടെ കൂടെ ഇവിടെ ഉണ്ട്. പ്രൗഡ്ലി ഇൻവൈറ്റിംഗ് ഹനുമാൻ കൈൻഡ്, Imbachi and Parimal to address all of you. Hello everyone. Maharajas College, how are you? സുഖല്ലേ? അപ്പോൾ നേരത്തെ സുരഭ ചേച്ചി പറഞ്ഞ മാതിരി നമ്മൾ ഒരു കൊണ്ടോട്ടി ചെക്കനാണ്. ആൻഡ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫിലിമൊക്കെ ചെയ്യണത്. ഐ ഹാവ് നോ ഐഡിയ വാട്ട് ഐ എം ഡൂയിങ്. എൻ്റെ പേര് സൂരജാണ്. ഇറ്റ്സ് നോട്ട് ഹനുമാൻ കൈൻഡ്. ഓൾറൈറ്റ്. ആൻഡ് thank you for having us. Please go see the movie tomorrow. See how we do, because behind me there's a bunch of amazing people that are so good at what they do. ഞാനിങ്ങനെ വന്നിട്ട് കുറച്ചൊക്കെ പൊട്ടം കളിച്ചു. Now you're gonna see it on stage. Hopefully it's good. If it's not, you let me know. All right. And behind me, I have my brother Parimal Shais and Imbachi. Make some noise. Parimale, you parano. സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല. അപ്പുറത്തെ സൈഡ് നിന്നതേ എനിക്ക് പരിചയമുള്ളൂ. ആദ്യമായിട്ടാണ് ഇപ്പുറത്തെ സൈഡ് നിൽക്കുന്നത്. സോ എല്ലാവരും പടം കാണണം. കുറേ പേരുടെ ഹാർഡ് വർക്കാണ്, കുറേ പ്രതീക്ഷകളുള്ള പടമാണ്. ഇമ്പാച്ചിയ മഹാരാജാസ് മക്കളെ. ഹനുമാനും പരമലും പറഞ്ഞ പോലെ ആഷിഖ് അബുവിന്റെ അടുത്ത ഹിറ്റാണ് നമ്മുടെ റൈഫിൾ ക്ലബ്ബ്. എല്ലാവരും പോയി കാണണം. 4 സാധനം വരുന്നുണ്ട്. നമ്മളിവിടെ നിന്ന് പോണതിന് മുമ്പായിട്ട് ഇന്നലെ നമ്മൾ കില്ലർ ഓൺ ദ ലൂസ് എന്നൊരു ട്രാക്ക് ഇറക്കിയിട്ടുണ്ട്. അതിന്റെ ചെറിയൊരു സാമ്പിൾ വെടിക്കെടുത്ത് തന്നിട്ട് പോകാൻ പോകണം. അറിയാലോ. Let's go baby. Go for it. Thank you. Thank you so much. നമ്മുടെ സിനിമയുടെ യങ് ബ്ലഡിനെ വിളിക്കുന്നു. വിഷ്ണു അഗസ്ത്യ, ദർശന രാജേന്ദ്രൻ, ആൻഡ് both of you please join us on stage. ഇനി പാട്ട് പാടിയാൽ എന്നെ ആരെങ്കിലും അടിക്കും. പ്ലേ ചെയ്യരുത് പ്ലീസ്. നമസ്കാരം. ഞാൻ എപ്പോഴും ഞാൻ 2-3 പ്രാവശ്യം മഹാരാജാസിലേക്ക് വന്നിട്ടുണ്ട്. എപ്പോൾ വന്നാലും ഐ ഫീൽ ലൈക്ക് ഒരിക്കൽ കൂടെ കോളേജിൽ പോകാൻ പറ്റിയാൽ ഐ വുഡ് കം ടു മഹാരാജാസ്.
കുറേ കഥകൾ കേട്ടിട്ടുണ്ട്. രാജുവേട്ടനായാലും മാഷികേട്ടനായാലും കുറേ കഥകൾ കേട്ടിട്ടുണ്ട്. ആൻഡ് ഇവിടുത്തെ വൈബ് ഭയങ്കര സൂപ്പറാണ്. നിങ്ങളെല്ലാവരും പടം കാണണം. ഓൾ ദി ബെസ്റ്റ് ടു ദ യൂണിയൻ. ദാറ്റ്സ് ഓൾ. താങ്ക് യു. ഹലോ ബ്രോ, ഹായ് എല്ലാവരും. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞു, അതായത് പേടിക്കാനൊന്നുമില്ല. ഹനുമാൻ കൈൻ്റെ പാട്ട് പാടാനുണ്ട്, റംസാൻ ഡാൻസ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഇത് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ദർശനോടും ചോദിച്ചു, നിൻ്റെ കയ്യിലൊരു ബാബുറാമനെങ്കിലും ഇല്ലേ, ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ബ്രോ, നാളെ എന്തായാലും ഫിലിം ഇറങ്ങുകയാണ്, റൈഫിൾ ക്ലബ്ബ് ഇറങ്ങുകയാണ്. എല്ലാവരുടെയും സമയത്തെ വില കൽപ്പിച്ച് നമ്മൾ എൻ്റർടൈൻ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ട് പറ ബ്രോ, കേട്ടോ? ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നവ്നി. അപ്പം ഇവിടെ വരാൻ പറ്റിയതിൽ ഒരുപാടധികം സന്തോഷം. ഈ കോളേജിൻ്റെ വൈബ് എനർജിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആൻഡ് എല്ലാവർക്കും അറിയാം, നാളെ ഞങ്ങളുടെ മൂവി റൈഫിൾ ക്ലബ്ബ് റിലീസ് ചെയ്യാണ്. ആൻഡ് ഇവരുടെയൊക്കെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയതിനും ഇവിടെ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സോ പ്ലീസ് ഡു വാച്ച് ആ മൂവി റൈഫിൾ ക്ലബ്ബ് ആൻഡ് പ്ലീസ് സപ്പോർട്ട്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഇത്ര നല്ലൊരു സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് തരുന്നതിന്. ഇത്രയും നാളും ഞാൻ ഓരോ സ്റ്റേജിലും ചെന്ന് നിന്നിട്ടുള്ളത് ഒരു ഡാൻസറായിട്ടും പിന്നെ ഏതെങ്കിലും ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടും ഗസ്റ്റൊക്കെ ആയിട്ട് മാത്രമാണ്. ആദ്യമായിട്ടാണ് ഒരു സിനിമയുടെ ഭാഗമായി ഒരു ആക്ടറായിട്ട് ഒരു സ്റ്റേജിൽ നിൽക്കുന്നത്. അത് മഹാരാജാസിലാണ്. സോ നാളെ എല്ലാവരും പറഞ്ഞ പോലെ പടം റിലീസാണ്. എല്ലാവരും സപ്പോർട്ട് വേണം, പോയി കാണണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനോടൊക്കെ പറയോ? ദാറ്റ്സ് ഇറ്റ്. സോ താങ്ക് യു സോ മച്ച്. എന്തായാലും ഹനുമാൻ കൈൻഡ് പറഞ്ഞ പോലെ ഇവിടെ ഒരു പെർഫോമൻസ് ചെയ്തിട്ടേ പോകുന്നുള്ളൂ, അല്ലേ? താങ്ക് യു. ഇപ്പൊ മഹാരാജാസിലെ എല്ലാവരോടും വലിയൊരു നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. ഹനുമാന്റെ പാട്ടൊക്കെ നാളെയല്ലേ ഞങ്ങൾ പറഞ്ഞത്? നാളെ എന്നാണ് സൂരജ് പറയുന്നത്. ഗേൾസിന്റെ പ്രത്യേക റിക്വസ്റ്റ് കാരണം ഒരു 2 ലൈൻ എന്തെങ്കിലും ഗേൾസ് ഒന്നുകൂടെ റിക്വസ്റ്റ് മരണക്കിണറിലെ Thank you all for being here. Paksha. All right, look. If you want to see Namada Paata Kanangil, you should come for the show, for one of our shows. Today is all about Rifle Club. Can you make some noise for some Rifle Club? But in the meantime, if you can just join me when I say, yeah. You want to do it? 3, 2, 1, and yeah. But എന്റെ മാനം കാക്കണം. നിങ്ങൾ ഒന്ന് അതായത് ഇവൻ പറഞ്ഞതുപോലെ വലിയ വലിയ വാക്യങ്ങളോ വാചകങ്ങളോ നിങ്ങളോട് പറയുന്നില്ല. പ്ലീസ് ഗൈസ്, ഒന്ന് ഗൈസ് പ്ലീസ്.